നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് നടപടി. കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രകാരിയാണ് ജസ്ന. കഴിഞ്ഞ 5-നാണ് ജസ്നയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കിഴക്കേ നടപ്പുരയ്ക്ക് സമീപവും മഞ്ജുളാലിന് സമീപവുമാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രവും നടപ്പുരയും കാണുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചെന്നാണ് പരാതി. കേസെടുത്ത ശേഷം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ACP പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. പടിഞ്ഞാറേ നടയിലാണ് മറ്റൊരു വ്ളോഗർ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിനിയായ ജസ്നയ്ക്കെതിരെ നേരത്തെയും ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു. കിഴക്കേ നടയിൽ ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നത്. ഇവർ നേരത്തെ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു. ഈ സംഭവം ഹൈക്കോടതിയിലെത്തിയതിനെ തുടർന്നാണ് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. ചാവക്കാട് ദേശീയപാത തിരുവത്ര കോട്ടപ്പുറത്ത് ബൈക്കിൽ മിനിലോറി ഇടിച്ച അപകടം. ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. വടക്കുംചേരി പുലിപ്പറമ്പിൽ 18 വയസ്സുള്ള സലാഹുദയ്ക്കാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. നവംബർ 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ എടക്കഴിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 ദിവസങ്ങളായി 550 പോയിന്റ് നേടിയാണ് LF സ്കൂൾ ചാമ്പ്യൻ പട്ടം നേടിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനവും ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും നേടി. സബ് കളക്ടർ അഖിൽ വി മേനോൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. NK അക്ബർ MLA മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മറ്റ് ജനപ്രതിനിധികളായ റഹീം വീട്ടിപ്പറമ്പിൽ, VM മുഹമ്മദ് ഗസാലി, സുഹറ ബക്കർ, KA വിശ്വനാഥൻ, ഷമീം അഷ്റഫ്, AK വിജയൻ, AC ബാലകൃഷ്ണൻ, RP ബഷീർ, DEO T രാധ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്കൃത കലോത്സവത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളാണ് ചാമ്പ്യന്മാർ. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂൾ 2ാം സ്ഥാനം നേടി. അറബി കലോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് ഹൈസ്കൂളും വടക്കേകാട് ICA ഹയർ സെക്കൻഡറി സ്കൂളും ഒരേ പോയിന്റോടെ 1ാം സ്ഥാനം പങ്കിട്ടു. തൊഴിയൂർ റഹ്മത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ 2ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ ഓവറോൾ ട്രോഫി ഗുരുവായൂർ ശ്രീകൃഷ്ണ HSS നേടി. തിരുവാളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനക്കാരായി. UP വിഭാഗത്തിൽ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ വയലത്തൂർ, തിരുവത്ര കുമാർ UPS എന്നിവർ യഥാക്രമം 1-2 സ്ഥാനങ്ങളിലെത്തി. തിരുവത്ര കുമാർ AUP സ്കൂൾ LP വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ പാലുവായി സെന്റ് ആന്റണീസ് UPS 2ാം സ്ഥാനത്തെത്തി. കാട്ടകമ്പാൽ പഞ്ചായത്ത് 4 ലക്ഷം രൂപ ചെലവഴിച്ച് സ്രായിക്കടവിൽ നിർമ്മിക്കുന്ന വയോജന പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടത്തി. വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി നിർമ്മിക്കുന്ന പാർക്കിൽ മഴയും വെയിലുമേൽക്കാതെ സ്രായിക്കടവിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന വിധത്തിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. 2ാം ഘട്ടത്തിൽ ഓപ്പൺ ജിം അടക്കമുള്ള സംവിധാനങ്ങളും പാർക്കിലൊരുക്കും. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീജ സുഗതൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു മനോഹരൻ, മിൻഡോ റെനി, മെമ്പർമാരായ MS മണികണ്ഠൻ, യദുകൃഷ്ണൻ, ഖദീജ ഹസൻ, MK സുധീർ എന്നിവർ സംസാരിച്ചു. നവീകരിച്ച കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കടവ് നടപ്പാലം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30.66 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലം നവീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്ത് മെമ്പർമാർ, അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സീത, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ജിഷ കുമാർ, TM ഉണ്ണികൃഷ്ണൻ,
ഓവർസിയർ KP ബിൻഷ, ഹംസ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാരുടെയും കർഷകരുടെയും ഏറെ നാളത്തെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ കടവലൂർ പാടത്ത് വീണ്ടും നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയായ കടവലൂർ പാടത്താണ് കടവലൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് 3 ലക്ഷം രൂപ ചെലവഴിച്ച് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. മുൻപും ഇവിടെ ക്യാമറ സ്ഥാപിച്ചിരുന്നെങ്കിലും വാഹനമിടിച്ച് തകർന്നതിനെ തുടർന്ന് നീക്കം ചെയ്യുകയായിരുന്നു. പാതയുടെ ഇരുവശങ്ങളിലും രാത്രിയുടെ മറവിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് സ്ഥിരമായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന തോട്ടിലേക്കും കൃഷിയിടങ്ങളിലേക്കും ടാങ്കർ ലോറികളിലെത്തി രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ തള്ളിയിരുന്നത്. ഇത് കർഷകരെയും പ്രദേശവാസികളെയും ഏറെ ദുരിതത്തിലാക്കിയിരുന്നു. കർഷകർ പഞ്ചായത്തിനും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളുന്ന വാഹനം കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. കുന്നംകുളം നഗരസഭയിലെ വാർഡ് 3-ൽ കിഴൂർ നോർത്തിൽ ആശാവർക്കർമാരുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഓഫീസ് ഉപകരിക്കും. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, മുൻ ചെയർമാൻ PG ജയപ്രകാശ്, മുൻ കൗൺസിലർമാരായ KA അസീസ്, സലീം കിഴൂർ, നഗരസഭാ പരിധിയിലെ മുഴുവൻ ആശാപ്രവർത്തകരും പങ്കെടുത്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-26 ഉൾപ്പെടുത്തി 4-ാം വാർഡിലെ 24-28 നമ്പർ അങ്കണവാടികൾ നാടിന് സമർപ്പിച്ചു. 4-ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ച പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി മുഖ്യാതിഥിയായി. ഇന്റർലോക്ക് ട്രസ് വർക്ക് നടത്തി 7.5 ലക്ഷം രൂപയാണ് അങ്കണവാടികളിൽ ചെലവാക്കിയത്. അങ്കണവാടി ടീച്ചർമാരായ ഷാജിദ, വിജി, ഹെൽപ്പർമാരായ ജയ, ALMSC അംഗങ്ങളായ അബ്ദുൽ കരീം, TC ചന്ദ്രൻ, മുഹമ്മദ് റാഫി, വിനോദ് നായരുശ്ശേരി, തങ്കമണി എന്നിവർ സംസാരിച്ചു. ചരമം. വാഗ AKG നഗർ കൂളിയാട്ട് ശങ്കരൻകുട്ടി ഭാര്യ തങ്കമണി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.